ചേരുന്നുണ്ട്. ഇന്നലെ രാത്രി തൊട്ടുള്ള കാത്തിരിപ്പാണ്. ഇപ്പോൾ ആലപ്പുഴ ജില്ലയിലേക്ക് കടന്ന സ്ഥിതിക്ക് ഇനി വലിയ താമസം ഉണ്ടാവില്ല. ഉച്ചയ്ക്ക് മുമ്പെങ്കിലും അവിടെ എത്താമെന്നൊരു പ്രതീക്ഷയിലായിരിക്കും ഉണ്ടാവുക. എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ? ശ്രീജ, തീർച്ചയായും വളരെ വൈകാരികമായ നിമിഷങ്ങളിലൂടെയാണ് ആലപ്പുഴ കടന്നു പോകുന്നത്. VS എന്ന് പറയുന്നത് തീർച്ചയായും കേരളത്തിൻ്റെ ആകെയുള്ള സ്വത്താണ്. പക്ഷേ കേരളത്തിൻ്റെ എന്നല്ല, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മൂല്യമേറിയ ഒരു സ്വത്ത് കൂടിയാണ്. പക്ഷേ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം അത് തികച്ചും വൈകാരികമാണ് എന്നുള്ളതാണ്. ഈ ജനക്കൂട്ടം, അതായത് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന VS എപ്പോൾ എത്തുമെന്ന് പോലും കൃത്യമായി പറയാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. എങ്കിൽ പോലും വേലിക്കകത്ത് വീടിൻ്റെ പരിസരമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അകത്ത് ക്രമീകരിച്ചിരിക്കുന്ന ക്യൂവിലുള്ള ആളുകളാണ്. ഇതിനപ്പുറമുള്ള ജനസഞ്ചയം പുറത്ത് ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ വളരെ നേരം അതിരാവിലെ തന്നെ ഇവിടെ വന്ന് VSനായി കാത്തു നിൽക്കുന്ന ആളുകളാണ്. എപ്പോഴെത്തിയതാണ് കാണാനായി? പാലക്കാട് നിന്ന് 2 മണിക്ക് ഇവിടെ എത്തിയതാണ്. പാലക്കാട് സ്വദേശിയാണ്. പാലക്കാട് നെന്മാർ സ്വദേശിയാണ്. VSനൊന്ന് കണ്ട് പോകൂ പറഞ്ഞു വന്നതാണ്. VS ഞങ്ങളുടെ ധീരനായ നേതാവാണ്. ശക്തമായി നടപടിയെടുക്കുന്ന ഒരു നേതാവാണ്. കറപുരളാത്ത നേതാവാണ്. നല്ല വ്യക്തിത്വമാണ്. പാവങ്ങളുടെ വടത്തലവനാണ്. ഒന്ന് കണ്ടിട്ട് പോകാൻ പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് 6 മണിക്ക് പാലക്കാട് നിന്ന് പുറപ്പെട്ടാണ്. ആദ്യമായിട്ടായിരിക്കുമല്ലേ വേലിക്കകത്ത് വീട്ടിൽ? ആദ്യമായിട്ടാണ് കണ്ടോ? വീടും പരിസരം കണ്ടു. ഞാനെല്ലാം വീഡിയോയിൽ പകർന്നിട്ടുണ്ട്. അത്തരത്തിൽ അദ്ദേഹം പാലക്കാട് നിന്ന് എത്തിയതാണ്. ഇന്നലെ വൈകിട്ട് 6 മണിക്ക് പുറപ്പെട്ടത് എന്നാണ് വ്യക്തമാക്കുന്നത്. എവിടെ നിന്ന് എത്തിയതാണ്? കണ്ണൂര്, ഇരിക്കൂർ. വൈകിട്ട് സംസ്കാരം കഴിഞ്ഞാണോ മടങ്ങുന്നത്? എന്താണ്? ഏകദേശം ഇവിടുന്ന് കണ്ടിട്ട് ചുടുകാട്ടിലേക്ക് പോകാനാണ് താല്പര്യം. VSന്റെ വീടും പരിസരവും ഒക്കെ നിങ്ങളുടെ ആദ്യ കാഴ്ച? എന്താണ് ഇത്രമേൽ ഇഷ്ടം? ചോദ്യമില്ല, ചോദ്യം VS എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പാർട്ടിയുടെ സമുന്നത നേതാവാണ്. നമ്മൾ പാർട്ടി രൂപീകരിക്കുന്ന വേളയിലുണ്ടായ അവസാനത്തെ സഖാവെന്ന് പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ സമരം അടിച്ചമർത്തപ്പെട്ടവൻ്റെ ശബ്ദമായിട്ട് ഓർമ്മ വെച്ച നാൾ മുതൽ പാർട്ടിയെ സ്നേഹിക്കുകയും അതോടൊപ്പം തന്നെ എല്ലാവരുടെയും ശബ്ദമായി മാറാനും VSന് സാധിച്ചിട്ടുണ്ട്. അതിൽ തൊഴിലാളിയെന്നോ അതുപോലെ തന്നെ സ്ത്രീകളെന്നോ കുട്ടികളെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ച് VS സ്ത്രീകളുടെ വിഷയങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് സൂര്യനെല്ലി പോലെയുള്ള കേസുകളെല്ലാം ഉണ്ടായപ്പോൾ ആ കുട്ടിയെ ചേർത്ത് പിടിക്കാൻ, ഒരു കുടുംബത്തിലെ മുത്തശ്ശൻ എന്ന രീതിയിൽ ചേർത്ത് പിടിക്കാൻ സഖാവിന് സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ വിഷയങ്ങളിലും, നാടിനെ ബാധിക്കുന്ന എല്ലാ വിഷയത്തിലും അതിൽ VS മുൻപന്തിയിൽ തന്നെയായിരുന്നു. സഹന സഖാവെന്ന് തന്നെ നമുക്ക് VSനെ ഓർമ്മിക്കാൻ വരുമ്പോൾ ഏറ്റവും വലിയ സമര വിപ്ലവമായിട്ട് തന്നെയാണ് നമുക്ക് ഓർമ്മിക്കാൻ പറ്റുക. ഇനി വരുന്ന ഓരോ സഖാക്കൾക്കും VSൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നാടിൻ്റെ കൂടെ സഞ്ചരിച്ച ഒരു സഖാവ്. എത്ര ആളുകൾ എത്തിയിട്ടുണ്ട്? നിങ്ങൾ അവിടെ നിന്ന്? ഞങ്ങൾ 25ഓളം ആളുകൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ പുറപ്പെട്ടു. ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ ഒരു ബാച്ച് പുറപ്പെട്ടത് രാവിലെ 10:30 പുറപ്പെട്ടു. രാത്രി 11 മണിക്ക് ഇവിടെ എത്തി. അതിനുശേഷം വന്നവർ ഇവിടെ വീട്ടിലെത്ര മണിക്ക് എത്തി? ഇവിടെ 11 മണിക്ക് എത്തി. ഇന്നലെ രാത്രി 11 മണിക്ക് കാത്തിരിക്കുന്നു. അതാണ് ശ്രീജ, അതായത് ഇന്നലെ രാത്രി 11 മണി വരെ കാത്തിരിക്കുന്നു. ആലപ്പുഴ മാത്രമല്ല ഇവിടേക്ക് ഒഴുകിയെത്തുക, പ്രത്യേകിച്ച് കണ്ണൂർ അടക്കമുള്ള വടക്കൻ മേഖലയിലെ പാർട്ടി കേന്ദ്രങ്ങളടക്കം ഉള്ള ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ എത്തിയിട്ടുണ്ട്. ഇന്നലെ രാവിലെ 10 മണിക്ക് അവിടെ നിന്ന് പുറപ്പെട്ടതാണ് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. രാത്രി 11 മണിയോടുകൂടി ഇവിടെ എത്തി. നേരത്തെ ക്രമീകരിച്ച സമയക്രമം പ്രകാരം VSന്റെ മൃതദേഹം ഇന്നലെ രാത്രി 9 മണിക്ക് വേലിക്കകത്ത് വീട്ടിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം ജനം തകർക്കുകയാണ്. കാരണം എന്നും ജനനായകനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ VSന്റെ യാത്രയടക്കമുള്ള ക്രമീകരണങ്ങൾ അത് ജനം തന്നെ തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. ഇത് മാത്രമല്ല, ഇതിപ്പോൾ ഒരുപക്ഷെ ദൂരെ നിന്ന് വന്ന ആളുകളുടെ ഒരു നീണ്ട നിരയായിരിക്കും. അതിനപ്പുറം കുട്ടനാടടക്കമുള്ള മേഖലയിൽ നിന്നുള്ള VS എല്ലാ കാലത്തും നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്ന കുട്ടനാടൻ കർഷക തൊഴിലാളികൾ അടക്കമുള്ള നിരവധി ആളുകൾ ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ട് അടക്കമുള്ള മേഖലകളിൽ കേന്ദ്രീകരിക്കുന്നുണ്ട്. അത് അതിവൈകാരികമായ കാഴ്ചയായിരിക്കും. കാരണം എല്ലാ കാലത്തും കുട്ടനാടിന് വേണ്ടി VSന്റെ സംഘടനാ പ്രവർത്തനത്തിന്റെ തുടക്കം തന്നെ കുട്ടനാട് കേന്ദ്രീകരിച്ചായിരുന്നു. മറ്റ് മേഖലകളിലേക്കൊക്കെ VS തിരിയുമ്പോഴും എന്നും കുട്ടനാട് എന്ന് പറയുന്നത് അതിവൈകാരികമാണ് VSന്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ സഖാവിനെ കാണുന്നതിന് വേണ്ടി കുട്ടനാട് ഒന്നടങ്കം ഒഴുകിയെത്തുമെന്നുള്ള കാര്യത്തിൽ സംശയിക്കാനില്ല. അത് ഈ ആലപ്പുഴയിലേക്ക് ഈ ഭൗതിക ശരീരം എത്തുമ്പോൾ അതിവൈകാരികമായിരിക്കും. നമ്മൾ ഈ കാണുന്ന വേലിക്കകത്ത് വീട് മാത്രമല്ല, ഈ വേലിക്കകത്ത് വീടും ഈ പരിസരവും ഒക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ട്. അദ്ദേഹത്തിന്റെ വേലിക്കകത്ത് വീട് എന്നുള്ള ജീവിതത്തിനപ്പുറത്തേക്ക് വെന്തലത്തറ എന്നുള്ള ഒരു
ഒരു വീടും അവിടെ ഒരു ചരിത്രവും ഉണ്ടായിരുന്നു. പാടത്തിന് അരികിലായി ഉണ്ടായിരുന്ന ആ വീടും അവിടെ കൂടെ കടന്നു പോകുന്ന കർഷക തൊഴിലാളികളായ സ്ത്രീകളും അവരുടെ പ്രശ്നങ്ങളുമൊക്കെ നെഞ്ചിലേറ്റിയ, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നെഞ്ചിലേറ്റിയ ആളാണ്. 17-ാം വയസ്സിലാണ് പാർട്ടി അംഗത്വത്തിലേക്ക് VS കടന്നു വരുന്നത്. പി കൃഷ്ണപിള്ളയിൽ നിന്ന് അടക്കം അംഗത്വം നേടാൻ സൈമൺ ആശാൻ അടക്കമുള്ള മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ കൂടെ പരിശീലിച്ച് മുന്നേറാൻ കഴിഞ്ഞ ഒരു നേതാവാണ്. കറതീർന്ന കമ്മ്യൂണിസ്റ്റാണ് VS അച്യുതാനന്ദൻ. അതുകൊണ്ട് തന്നെ കേരളമെന്നല്ല ഇന്ത്യയെമ്പാടുമുള്ള അദ്ദേഹത്തെ നെഞ്ചിലേറ്റുന്ന ഒരുപാട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന, അത് മാത്രമല്ല മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം നൽകിയിട്ടുള്ള സംഭാവനകൾ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരുപാട് ജനങ്ങൾ ഉണ്ട്. അവരെല്ലാം തന്നെ വടക്കൻ കേരളം ഉൾപ്പെടെയുള്ള, പ്രത്യേകിച്ച് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് അടക്കമുള്ള തെക്കൻ മേഖലയിൽ നിന്നും മൃതദേഹം കടന്നു പോയിട്ടുണ്ടെങ്കിൽ പോലും ആ മേഖലയിലുള്ള ആളുകളും വലിയ ചുടുകാടിലേക്ക് ഒഴുകി എത്തും എന്നുള്ളതാണ്. കാരണം വലിയ ചുടുകാട് എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഒഴുകിയെത്തി തങ്ങളുടെ സമര നക്ഷത്രങ്ങൾക്കൊപ്പം അന്ത്യവിശ്രമം കൊള്ളുന്ന VS അച്യുതാനന്ദനെ കാണാനായി അവർ എത്തും എന്ന് തന്നെ പറയാം. എവിടെ നിന്ന് വരുന്നതാണ്? നെന്മാറയിൽ നിന്നാണ്. എപ്പോഴെത്തി? രാത്രി 1 മണിക്ക് എത്തിയിരുന്നു. എങ്ങനെ ഓർത്തെടുക്കുന്നു VSനെ? VS ഞങ്ങൾക്കെല്ലാം തന്നെ ഒരു ആവേശമാണ്. പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഇതൊരു ആവേശമാണ്. പ്രസംഗമായാലും തൊഴിലാളികളോടെല്ലാം തന്നെ നല്ല സമീപനമാണ് ഉണ്ടായിരുന്നത്. VSന്റെ പ്രസംഗം എന്ന് പറയുമ്പോൾ അത് എടുത്തു പറയണം. VS നീട്ടിയും കുറുക്കിയും ഒക്കെ പ്രസംഗിക്കുമ്പോൾ ആളുകൾ പറയുന്നത് VS ആംഗ്യ ഭാഷയിൽ ചിലരെ ആക്ഷേപിക്കുന്നൊക്കെ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല അല്ലേ? കുട്ടനാടൻ കർഷക തൊഴിലാളികൾക്ക് ഏറ്റവും അധികം മനസ്സിലാകുന്നതിന് വേണ്ടി അവരോടാണ് VS ഇങ്ങനെയൊക്കെ ആംഗ്യങ്ങൾ കാണിച്ച് സംസാരിക്കുകയും അവരെ ബോധവൽക്കരിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ട ഒരു പ്രസംഗമായിരുന്നു അല്ലേ? അതെ 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 ഞങ്ങൾക്ക് പ്രസംഗം കേൾക്കാൻ വളരെ നീട്ടി കുറുക്കി സംസാരിക്കുന്ന ഞങ്ങൾക്കെല്ലാം തന്നെ വളരെയധികം തന്നെ ആവേശമാണ്. ഇനി അത്തരം ഒരു പ്രസംഗം നമുക്ക് എല്ലാവർക്കും മിസ് ചെയ്തില്ലേ? ഇനി അങ്ങനൊരു പ്രസംഗം കേൾക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. VSന്റെ പ്രസംഗം വളരെ ഞങ്ങൾക്കെല്ലാം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ആവേശമാണ്. ഒരുപാട് നേരമായോ? അത് ഇന്നലെ രാത്രി എത്തിയതാണ്. അദ്ദേഹത്തെ അവസാനമായി ഒന്ന് കണ്ടില്ലെങ്കിൽ അത് ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും വലിയ നഷ്ടമാണെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഈ വസതിയിൽ വന്ന് തന്നെ അദ്ദേഹത്തെ കാണണമെന്ന് തീരുമാനിച്ചത്. 2019 ശേഷം VS രോഗബാധിതനായി മാറുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ പുതുതലമുറയും വലിയ തോതിൽ ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ്, ചെറിയ കുട്ടികൾ ഉൾപ്പെടെ. അതെ, ചെറിയ കുട്ടികൾ ഉൾപ്പെടെ നമ്മൾ ഇന്നലെ മുതൽ കണ്ടതാണ് അവരുടെ വാശിയും മുദ്രാവാക്യം വിളികളും ഒക്കെ. അത് അദ്ദേഹം എത്രമാത്രം കുട്ടികളിലും സ്ത്രീകളിലും മുതിർന്നവരിലുമൊക്കെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് തന്നെയാണ്. VS ഒരു വലിയ പാഠപുസ്തകമാണ്. തീർച്ചയായും കേരളത്തിലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കും മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടാകെയുള്ള എല്ലാ ജനങ്ങൾക്കും ഒരു മാതൃക തന്നെയാണ് VS. തീർച്ചയായിട്ടും അത് ആണ് തന്നെ ശ്രീജ. VS ഒരു വലിയ പാഠപുസ്തകമാണ്. ഇനി വരുന്ന തലമുറയ്ക്കും കടന്നുപോയവർക്കും എല്ലാം വലിയൊരു പാഠപുസ്തകമായി നമുക്ക് മുന്നിലേക്ക് നിൽക്കുന്നു. വേലിക്കകത്ത്